എൻ്റെ കിളിക്കൂട് പോലത്തെ മുടി കാരണം പുറകിലിരുന്ന് വീഡിയോ പിടിക്കുന്നത് ഈസ് ഇമ്പോസിബിൾ എന്നാണ് നന്ദപ്പൻ പറയുന്നത്. മറ്റേ ഹാർപ്പിക്കിൻ്റെ വർഷത്തിൽ പറയുന്ന പോലെ. അവസാന കുറിപ്പിന് ബിരിയാണി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് കയ്യും കാലം പിടിച്ചിട്ടാണ് കുറച്ച് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ എത്തി ഗൈസ്. എറണാകുളം ജില്ലയിലെ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആരും ഇല്ലാത്ത വഴികളിലൂടെ പടികളൊക്കെ കയറി ഞാൻ ഇങ്ങനെ പോവാണ്. എന്താണെന്നറിയില്ല, ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും അവിടെ ഇങ്ങും പരിസരത്ത് ആരും കാണില്ല. ഈ കല്ലിൽ ഭഗവതി ക്ഷേത്രം ആദ്യം ഒരു ജൈന മത ക്ഷേത്രമായിരുന്നു. 3rd സെഞ്ച്വറി BC ഇത് സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് 9ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ അമ്പലം ഒരു ഹിന്ദു ക്ഷേത്രമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് ചരിത്രം. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ കരിങ്കല്ലിൽ തീർത്ത തൂണുകളുള്ള ഒരു നടപ്പന്തൽ കാണാൻ പറ്റും. വീണ്ടും നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തി കഴിയുമ്പോഴാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ നിലം തൊടാതെ ഒരു കൂറ്റൻ പാറ ആൻഡ് ആ പാറയുടെ ഉള്ളിലായിട്ട് ഒരു ശ്രീകോവിൽ. ഇത്രയും നമുക്ക് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് ഈ പാറയുടെ സെറ്റപ്പ് ഇങ്ങനെ വന്നതെന്ന് തിരഞ്ഞപ്പോഴാണ് ദേവി പണ്ട് ഇങ്ങനെ കല്ലുകൾ വെച്ച് അമ്മാനമാടി കളിച്ചെന്നും അങ്ങനെ അമ്മാനമാടി കളിച്ചപ്പോൾ ഒരു കല്ല് വന്ന് ദേവിക്ക് റൂഫായിട്ട് വന്ന് നിന്നു ആ പാറയാണ് ഈ പാറ എന്നും നമുക്കിപ്പോൾ മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ഇല ഷോട്ട്. അതായത് ഇലയെന്ന് തുടങ്ങി പാറ, ഇല, പാറ, അങ്ങനത്തെ ഒരു ഷോട്ടാണിത്. അപ്പം ഒറ്റ കല്ലിൽ മാത്രം തീർത്തൊരു മോണോലിത്തിക് ടെമ്പിൾ, അതാണ് കല്ലിൽ ഭഗവതി ടെമ്പിൾ. കല്ലിൽ പിഷാരം വകയായിരുന്നു ഈ ക്ഷേത്രം. പിഷാരടിമാർ ജൈനമത വിശ്വാസികളായിരുന്നു. ജൈന തീർത്ഥാങ്കന്മാരുടേതെന്ന് കരുതപ്പെടുന്ന കുറേ വിഗ്രഹങ്ങൾ നമുക്ക് ഈ അമ്പലത്തിൽ കാണാൻ പറ്റും. ജൈനമതത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ദേവിയായിരുന്ന പത്മാവതി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മാത്രമല്ല ഗുഹാക്ഷേത്രമായതുകൊണ്ട് തന്നെ പതിവ് ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള പ്രദക്ഷിണം ചെയ്യൽ ഇവിടെ പറ്റില്ല. നമ്മൾ ഈ പാറയേയും കൂടി പ്രദക്ഷിണം ചെയ്ത് വേണം ഇങ്ങനെ പോകാനായിട്ട്. അപ്പോൾ എപ്പോഴെങ്കിലും എറണാകുളം പെരുമ്പാവൂർ റീജിയനിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് ഈ കല്ലിൽ ഭഗവതി ടെമ്പിൾ.